VKP എന്ന് പറയുന്ന വളരെ ഫേമസ് ആയുള്ള ഡയറക്ടറെ കുറിച്ചിട്ടാണ് അവൾ പറയുന്നത്. ഇത്തരം കഥകൾ ഞാൻ പലവരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഇത്തരം കഥകൾ വളരെ കോമൺ ആണ്. സ്ത്രീകൾ പരസ്പരം പറയും, ഇന്ന ആളെടുത്ത് പോയി, അല്ലെങ്കിൽ അതിന് ശേഷം അയാൾ ഇന്ന മെസ്സേജസ് ചെയ്തു. ഇപ്പം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ 10 ഇരട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഉണ്ട് എന്ന് എനിക്കറിയാം. ദിലീപിന് വേണ്ടി മന്ത്രിയായ ഗണേഷ് കുമാറും ഇന്നത്തെ MLA ആയുള്ള കുറ്റാരോപിതനുമായിട്ടുള്ള മുകേഷും എല്ലാം ഭയങ്കരമായിട്ട് വാദിക്കുകയും കുക്കു പരമേശ്വരനെ പോലെയുള്ള ആളുകൾ പുറകിൽ നിന്ന് കൂവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ. അന്നത്തേയിൽ നിന്ന് ഇന്നത്തെ അമ്മയിലേക്ക് എത്തുമ്പം അതൊരു പോസിറ്റീവ് ചേഞ്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മഞ്ജുവിന് പഴയതുപോലെ ചിലപ്പം തിരക്കിൻ്റെ ഇടയിൽ അത് പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. പക്ഷെ അവർ ഒരിക്കലും WCCയെ തള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തിരിച്ച് WCCയും തള്ളി പറഞ്ഞിട്ടില്ല. ഫെഫ്ക എല്ലാ ജനറൽ സെക്രട്ടറിമാർക്കും എങ്ങനെ ഹേമ കമ്മിറ്റിയെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പോയിന്റ്സ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹണ്ടിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് ഇത് ഷെയർ ചെയ്തത് എന്നാണ്. ചില സമയത്ത് നമ്മൾ ലൈറ്റ് ആയിട്ടും കാര്യങ്ങൾ അതുണ്ടല്ലോ, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്. ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള നോട്ടുകൾ ഇടുന്ന ആളാണ്. സജിത മഠത്തിലാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് മാം. ഈ WCC എന്ത് ചെയ്യായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനൊരു പൊസിഷനിലേക്ക് ഒരു കേരള സമൂഹത്തിനെ കൊണ്ടെത്താനും അറ്റൻഷൻ ഇവിടേക്ക് എത്തിക്കാനും കഴിഞ്ഞത് തന്നെ ആദ്യത്തെ വിജയമെന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വർത്താനം പറയാൻ തോന്നുന്നത്? ഈ പറഞ്ഞ കാര്യം എല്ലായ്പ്പോഴും ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കുറേ പെണ്ണുങ്ങൾ, ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പം ആ കാലത്ത് പലരും, എൻ്റെ സുഹൃത്തുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട്, 1 വർഷം കഴിഞ്ഞാൽ അതൊക്കെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്കങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റില്ല. നമ്മൾ ഫൈറ്റ് ഔട്ട് ചെയ്തേ പറ്റൂ. കാരണം ഈ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ പണിയെടുക്കുന്ന ഈ തൊഴിലിടം മാറ്റാനുള്ള പണികൾ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിക്കും, ഇപ്പോഴും WCC ഇല്ലേ, നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കും. വളരെ അടുത്ത സുഹൃത്തുക്കൾ. അപ്പം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. വേറെ ഒരാളോട് പോലും, വേറൊരു അമ്മയിലെ ഒരു മെമ്പർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഫെഫ്കയിലെ ഒരു മെമ്പർ അടുത്ത് പോയിട്ട് ആരും ചോദിക്കില്ല, നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഓർഗനൈസേഷൻ എപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കില്ല. അത് ഞങ്ങളടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ. ഞങ്ങളെപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഇനി എന്തായാലും ആർക്കും ഞങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്നാണ് അയാൾ ഫൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ഈ ഊർജം തുടങ്ങുന്നത്. പിന്നീട് പലരും സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ സംഘടന ഈ തലത്തിൽ വരെ എത്തിയത്. ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ തന്നെ ഈ നാൾവഴികളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും കളിയാക്കലുകളും ട്രോളുകളുമാണ് പ്രധാനപ്പെട്ട പ്രശ്നമായത്. അതായത് ഈ ട്രോളുകളെയൊക്കെ എങ്ങനെ അതിജീവിക്കേണ്ടതെന്ന് സപ്പോർട്ടേഴ്സിന് പോലും, ഒരുപക്ഷെ നമ്മളൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഫെമിനിറ്റി എന്ന് പറയുന്ന വിളി കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതെങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് ചിലപ്പോഴൊക്കെ അറിഞ്ഞില്ല. കാരണം പ്രത്യക്ഷത്തിലൊരു സംഘടന ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ WCC ഇല്ല. അപ്പം എല്ലാവരും ചോദിച്ചു, ഈ WCC എന്തിനാണ്? ആ സ്ത്രീയുടെ പ്രശ്നം, ഈ സ്ത്രീകളുടെ പ്രശ്നം ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ലല്ലോ, എന്താണ് പിന്നെ WCCയുടെ പ്രസക്തി? അവിടെയാണ് ചില ട്രോളുകൾ ഉണ്ടായത്, കാരവാൻ ട്രോൾ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടായത്. ആ സമയത്തും എങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല WCC? നോക്കൂ, പിന്നെ എല്ലാ ഇൻഡിവിജ്വൽ ഇഷ്യൂസും ഏറ്റെടുക്കാനുള്ള ഒരു സ്ട്രക്ചറല്ല WCCക്കുള്ള. വളരെ ചെറിയൊരു ഓർഗനൈസേഷൻ. അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രധാനമായിട്ടും ഒരു എന്താ പറയുക, സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പണികൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞങ്ങൾ അതിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോളിസി ചേഞ്ചിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള പണികൾ എങ്ങനെ എടുക്കാൻ പറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കം മുതലേ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിത് മനസ്സിലായി, ഡേ ടു ഡേ ഇഷ്യൂസിൽ ഇടപെട്ടുകൊണ്ടൊന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പണികളിൽ സൈലൻ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആവുമ്പം തന്നെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ലൗഡായിട്ട് ചില ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നിന്ന് ഞങ്ങളുടെ പെൺകുട്ടികൾ ഇറങ്ങി വന്നിട്ടുണ്ട്, മെമ്പേഴ്സായിട്ടുള്ളത്. കാരണം അമ്മയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ WCC മെമ്പേഴ്സ്
പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്കൊരു റീസൺ ഉണ്ടായിരുന്നു. കാരണം അതിജീവിതയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു റീസണ് വേണ്ടിയിട്ടായിരുന്നു ആ കാലത്തെല്ലാം. അവൾക്കൊപ്പം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളതൊക്കെ ചെയ്തത്. ടു ലൗഡ് തന്നെയായിരുന്നു. ആ ലൗഡ്നെസ് ആവശ്യമായിരുന്നു ആ കാലത്ത്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള പണികൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ കാണുക എന്നുള്ളത് അത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്, എല്ലാം ഈ സെക്ഷൽ ഹറാസ്മെൻ്റ് ആവണമെന്നില്ല, നേരെ മറിച്ചിട്ട് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്, വിവേചനത്തിൻ്റെ പല തലങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം തന്നെ തൊഴിലിടത്ത് നടക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പറയുമ്പം എപ്പോഴും നമ്മളുടെ എന്തൊരു പേഴ്സണൽ താല്പര്യത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വെറുതെ WCCക്കാർ പറയുന്നതാണ്, കുറേ പെണ്ണുങ്ങൾ വെറുതെ ഓരോന്ന് പറയുന്നു എന്നതിലായിരുന്നു യഥാർത്ഥത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു പഠനം വന്നാൽ മാത്രമേ അത് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡായിട്ട് വരുള്ളൂ. പിന്നെ ആർക്കും പറയാൻ പറ്റില്ല ഇതില്ല എന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം ഗവൺമെൻറ് തന്നെ ഒരു പോളിസി ഉണ്ടാക്കും അത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് എന്ന് ആദ്യം പറയണമല്ലോ. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചത്, കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളതിൻ്റെ പുറകെ നിൽക്കുവാണ്. എന്താണ് കമ്മിറ്റി മുന്നോട്ട് വെച്ച്, എന്താണ് ഇൻഡസ്ട്രിയുടെ കണ്ടീഷൻ എന്നാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത് എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം കുറേ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇന്ന നിർദ്ദേശങ്ങൾ അവർ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, പനിയാണ്, പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ പനി വരാനുള്ള കാരണം എന്താണ് എന്ന് പറയണ്ടേ ഞങ്ങളോട്? പക്ഷെ അതാരും പറയുന്നില്ല. ഞങ്ങളിങ്ങനെ കത്തുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മിനിസ്ട്രിയിലേക്ക്. അപ്പോൾ പറഞ്ഞു, ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പറയരുതെന്ന്. അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഗവൺമെൻറ് പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് അതിലോ ഡിസിഷൻ എടുക്കും. 4 വർഷം നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് ഭാഗ്യത്തിന് മാധ്യമപ്രവർത്തകർ ഈ റൈറ്റ് ഫോർ ഇൻഫർമേഷൻ പ്രകാരം അതിന് ഒരു പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പണികൾ എടുത്തു. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന, ഇപ്പം മിനിസ്റ്റർ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴല്ലേ പുറത്തേക്ക് വന്നത്, ഇനിയാണല്ലോ പഠിക്കുന്നത് എന്ന്. അപ്പം നേരത്തെ ഒന്നും പഠിച്ചില്ല, അവരുടെ കയ്യിലല്ലേ ഇതൊക്കെ ഇരുന്നിരുന്നത്. മാറ്റിവെച്ച പേജുകളും മന്ത്രിയുടെ മുന്നിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ മന്ത്രി ഓഫീസിലുണ്ട്. അത് പുറത്ത് കാണിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് പഠിക്കാം. ഞങ്ങൾക്ക് അറിയണം അതിലെന്താ ഉള്ളത് എന്നുള്ളത്, എന്തുകൊണ്ടത് മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളത് മിനിസ്റ്റർ പറയേണ്ടതുണ്ട് നമ്മളടുത്ത്. അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്, 4 വർഷം അത് മാറ്റിവെച്ചു. ഈ 4 വർഷം സ്ത്രീകളുടെ ജീവിതത്തിൽ, സിനിമയിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കുറേ ഇൻസിഡൻസ് ഇല്ലാതെയാക്കാൻ ചിലപ്പം ഇത് 4 വർഷം മുന്നേ വന്നിരുന്നുവെങ്കിൽ സഹായകമായേനെ. അത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യം. അത് സംഭവിച്ചില്ലല്ലോ, 4 വർഷം മുന്നേ വന്നില്ലല്ലോ, കുറേ സ്ത്രീകളും കൂടി സഫർ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളതൊരു റിയൽ റീസണാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ പോലും നമ്മൾ പോസിറ്റീവ് സൈഡ്സ് നോക്കുമ്പം കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുള്ളൂ, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. കേരളത്തിൻ്റെ പുറത്ത് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല. ഇന്നിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മല്ലപ്പോക്കാണെങ്കിലും അത് പുറത്തു വിട്ടു. സ്ത്രീകളെല്ലാം മനസ്സിൽ എന്താ പറയുക കെട്ടിവെച്ചിരുന്നത്, ഇപ്പം അലയൊളികൾ എന്ന് പറയില്ലേ, ഒരു കല്ല് വീണിട്ടുണ്ട്, അതിൻ്റെ അലയൊളികളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു പങ്കും സ്വാഭാവികമായിട്ടും സെക്ഷൽ ഹറാസ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഹേമ കമ്മിറ്റി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കും കൂടി ഗവൺമെൻറ്റിൻ്റെയും അതേപോലെ തന്നെ മീഡിയേൻ്റെയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുടെയും ശ്രദ്ധ പോവേണ്ടതുണ്ട്. അതാണ് ആ ഒരു
ഷിഫ്റ്റ് ഫോക്കസ് ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. അവിടെ തന്നെയാണ് ഇപ്പോൾ പരക്കുന്ന വാർത്തകളും ട്രോളുകളുമാണ്. പരസ്പരം ട്രോളിയിട്ട് ഈ ട്രോളുകളിലൊക്കെ ചില മൂല്യബോധമില്ലാത്ത ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രോള് അപ്പോഴത്തെ ഒരു ചിരി ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും അതിന് ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാം, ഉണ്ടായിക്കൂടാന്നുമില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹരാസ്മെൻറ്റിൽ പെട്ടതാരാണ് ഇല്ലെങ്കിൽ പെടുത്തിയതാരാണ്, ഈ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ WCCയുടെ പാർവതിയൊക്കെ സംസാരിച്ചിരുന്നു. ഇത് നിങ്ങൾ ഇപ്പോൾ ആൾക്കാരുടെ മുഖം തേടി നടക്കണ്ട, എന്താണെന്ന് നോക്കണ്ട, ഇതിൻ്റെ ഫോക്കസ് പോയിന്റ് അതല്ല. ഫോക്കസ് പോയിന്റ് ഈ ആ മുഖം അല്ലെങ്കിൽ വേറൊരു മുഖമാണ് ഇവിടെ ഉള്ളത്, ആ ഘടനയാണ് വ്യത്യാസം വരുത്തേണ്ടത്. അപ്പോൾ പോളിസി ചേഞ്ച് ആണല്ലോ WCC മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഗതിയില്ലേ, ഇതെങ്ങനെയാണ് അനുകൂലമാവുക? അല്ലെങ്കിൽ ഇത് വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് ഈ പ്രശ്നത്തെ കുറച്ചുകൂടെ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ AMMA തന്നെ എന്താണ് നിലപാടെടുക്കേണ്ടതെന്ന് പകച്ചിരുന്നു, എന്നിട്ട് ഒടുവിൽ കൂട്ടരാജിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകളും ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യും എന്നാണ് WCC കരുതുന്നത്? ഒന്ന്, ഇപ്പം വരുന്ന വാർത്തകൾ നമ്മൾ തള്ളിപ്പറയേണ്ട. കാരണം എന്താ വെച്ചാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മാനസികവും ശാരീരികവുമായി ഏറ്റൊരു വലിയ മുറിവാണ്. അതുകൊണ്ട് അവൾ പറയാനൊരു അവസരം കിട്ടിയാൽ അവരത് പറഞ്ഞിരിക്കും. ഇത് പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ അവർക്ക് ഒരു അവസരം ഒന്നും കൂടി കിട്ടിയപ്പോൾ അവർ പറയാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് പറയാനേ അവസരം കിട്ടിയില്ല, അവർ പറഞ്ഞു. അപ്പം അതൊരു ഭാഗത്ത് നടക്കട്ടെ. നേരെ മറിച്ചിട്ട് WCC ചെയ്ത ഇപ്പം എപ്പോഴും ഈ കാര്യം തന്നെ ഉണ്ടല്ലോ, കാരവനിൽ ഇരുന്നൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പം പോലും WCC ഒരു വലിയൊരു ലീഗൽ ഫൈറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് IC കൊണ്ടുവരാൻ, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊണ്ടുവരാനുള്ള പണികളായിരുന്നു. അതിൽ പിന്നീട് വനിതാ കമ്മീഷൻ കക്ഷി ചേരുകയും ചെയ്തു. ആ സമയത്തും കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് മാറി നിൽക്കണം. അവരിതിനോട് റെസ്പോണ്ട് ചെയ്തില്ല, അവരിതിനോട് കക്ഷി ചേർന്നില്ല, അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കരുതിയില്ല. പക്ഷേ ഗവൺമെൻറ് തീരുമാനിച്ചു, എല്ലാ ഇൻഡസ്ട്രിയിലും മുഴുവൻ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിലും IC വേണമെന്ന് തീരുമാനിച്ചു. വനിതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊടുത്തു. ഇതാണ് പോളിസി ആയിട്ടുള്ള ചേഞ്ചിന് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തത്. നമ്മളിതിങ്ങനെ ഇന്ന പ്രശ്നമുണ്ട് എന്ന് മാത്രം പറയുകയല്ല ചെയ്തത്. അത്തരം പ്രശ്നങ്ങൾ ഇനി ഇൻഡസ്ട്രിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്ന് IC ആണ്. ആ IC കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം കംപ്ലൈൻറ്റുകളെല്ലാം ICയിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഫെഫ്കയുടെയും എല്ലാ ജനറൽ സെക്രട്ടറിമാർക്കും അവർക്ക് 20-21 ഇതുണ്ടല്ലോ, യൂണിയനുകളുണ്ടല്ലോ ഫെഫ്കയുടെ അംബർലയുടെ കീഴിൽ. ആ യൂണിയൻ മെമ്പേഴ്സിനൊക്കെ, യൂണിയനിലെ സെക്രട്ടറിമാർക്ക് എങ്ങനെ ഹേമ കമ്മിറ്റിയെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ പോയിൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് രേഖ നമുക്കൊക്കെ അവൈലബിൾ ആയിരുന്നു, പലയിടത്തുനിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് അത്ഭുതം തോന്നി. കാരണം എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ എങ്ങനെ ആ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും നോക്കിയില്ല. പക്ഷെ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം IC ഉണ്ട്. ഇപ്പം പഴയതുപോലെയല്ല, എല്ലാ പ്രൊഡക്ഷനിലും IC ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഫെഫ്ക അതിനോട് സഹകരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഫെഫ്കയുടെ യൂണിയൻ സഹകരിക്കുന്നുള്ളൂ എന്നാണ്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഫെഫ്കയുടെ മെമ്പേഴ്സ് പങ്കെടുത്തിട്ട് കുറച്ച് കാലമായി. ആദ്യത്തെ കുറച്ച് മീറ്റിങ്ങിന് വന്നതിന് ശേഷം അവരാരും ആ വഴിക്ക് വന്നിട്ടേ ഇല്ല. അതൊരു കാര്യം. രേഖകളിൽ ഇപ്പം IC ഉണ്ട് മിക്കവാറും. കാരണം എന്താ വെച്ചാൽ ചേംബർ വളരെ സ്ട്രോങ് ആയിട്ട് IC ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ നടത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ സീരിയസ്ലി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആകുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ പാട്രിയാർക്കലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പെട്ടെന്നൊരു IC വരുന്ന സമയത്ത് ഈ IC എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ആളുകളുടെ പേരുകൾ എഴുതിയിട്ട് രജിസ്ട്രേഷൻ അങ്ങോട്ട് നടത്തും. ഈ കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ പേര് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് പോലും അറിയുണ്ടാവില്ല. എൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ എനിക്കറിയണമെന്നില്ല അവിടെ ഒരു കമ്മിറ്റിയിൽ ഞാനുണ്ട് എന്നുള്ളത്. അതൊന്നും ഇൻഫോം ചെയ്യില്ല. ഈ IC ഉണ്ട് എന്നുള്ളതിന് നമ്മൾ തെളിവായിട്ട് യൂണിറ്റിൻ്റെ വാനിലൊക്കെ ഒട്ടിച്ചു വെക്കണം എന്നൊക്കെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇപ്പം തോന്നുന്നു അതിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ്
ഇത് എല്ലാവരെയും ഇൻഫോം ചെയ്യുക എന്നുള്ളത്. മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്, എല്ലാവരെയും ഇൻഫോം ചെയ്യുമായിരിക്കുന്നത്. പക്ഷേ ആരെയും അത് ഇൻഫോം ചെയ്യുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളായി കുട്ടികൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, IC ഉണ്ടാവുമല്ലോ നിങ്ങളെ പ്രൊഡക്ഷനിൽ? അയ്യോ ഞങ്ങൾക്ക് അറിയില്ല മാഡം, ഞങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുക. അപ്പോൾ ആ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പം അതിൽ കുറേ കൂടി പണിയെടുക്കാനുണ്ട്. അത് എല്ലാവരും ഒന്നിച്ചെടുത്താലേ, ഇതിപ്പം ഇഷ്യൂ ടാക്കിൾ ചെയ്യാനാണ്. IC വേണമെന്ന് WCC പറഞ്ഞു, ഗവൺമെൻറ് അത് തീരുമാനിച്ചു അത് കൊടുക്കുക എന്നുള്ളത്, IC വേണമെന്നുള്ളത് ഗവൺമെൻറ് പോളിസിയായിട്ട് മാറ്റി. അപ്പം ഞങ്ങൾ ആ പണിയെടുത്തു. അതായത് ഞങ്ങൾ രജിസ്ട്രേഷന് IC ഉണ്ടാക്കി. അത് കറക്റ്റാണ്. എല്ലാ പ്രൊഡക്ഷനിലും ഇപ്പം വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, IC വേണമെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാ ICയെ കുറിച്ചിട്ട് എല്ലാ പ്രൊഡക്ഷനിലുള്ള ആളുകൾക്കും അറിയുമോ? നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഡക്ഷനിൽ IC ഉണ്ട്, നിങ്ങൾ ആരാണ് ഉറപ്പ് വരുത്തുന്നത്? ഇപ്പം ചേംബറിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ റിയലായിട്ടും IC നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ എല്ലാവരെയും അറിയിക്കണമല്ലോ. ആ പ്രൊഡക്ഷനിലുള്ള എല്ലാവരെയും അറിയിച്ചാലല്ലേ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ICയിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവ് വേണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ട പണികളിൽ ഒന്ന്, ജെൻഡർ സെൻസിറ്റൈസേഷൻ യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ്റെ ലെവലിൽ നടക്കേണ്ടതുണ്ട്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെയൊക്കെ ലെവലിൽ ആ വിഭാഗത്തിന് കുറച്ചുകൂടി ജെൻഡർ സെൻസിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം രണ്ട് കാര്യങ്ങൾ, ഒന്ന് IC എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ICയിലൂടെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പരിഹരിക്കാം. നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഇന്ന ആളുകൾ ചേർന്ന ഒരു IC ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട്. ആ അറിയാനുള്ള അവസരം നമ്മൾ എത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പം ആ പണി എടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? അതെല്ലാവരും കൂടി ചേർന്ന് എടുക്കേണ്ടതാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി ഒക്കെ കൂടി ചേർന്ന് ഗൗരവമായിട്ട് അതിന് പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഫെഫ്കെ ആയാലും അവരുടെ രേഖകളിൽ ഇപ്പം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം അവർ നൽകുന്ന രേഖകളിൽ ICക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. അത് റിയലായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് രേഖകളിലുണ്ട്. അതുകൊണ്ട് IC ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത് റിയലായിട്ടും നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പണികൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളും കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളും കൂടി അതിൽ പണിയെടുക്കേണ്ടതുണ്ട്. നമ്മളുടെയും കൂടി പണിയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ഞാൻ ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2013 മുതലാണ് ഞാൻ ഗൗരവമായിട്ട്, ഷട്ടറിന് ശേഷമാണ് ഒരർത്ഥത്തിൽ ഞാൻ ഗൗരവമായിട്ട് ഇൻഡസ്ട്രിയിൽ പണിയെടുക്കാൻ തുടങ്ങിയത്. അതേ സമയത്ത് തന്നെ ഞാൻ സർക്കാർ ജോലികൾ ചെയ്യേണ്ടത് ഇതെല്ലാം ചെയ്തുകൊണ്ടാട്ടോ ഞാൻ അഭിനയിക്കും. ഞാൻ ഫുൾ ടൈം ആക്ടിങ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഒരിക്കലും ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു 40 പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു 4-5 പടങ്ങളിലാണ്. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ മുകളിൽ വാങ്ങിക്കുന്ന എല്ലാവർക്കും സ്റ്റാമ്പ് പേപ്പറിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്നും അതിന് താഴെയുള്ളവർക്ക് ലെറ്റർ ഹെഡിൽ സൈൻ ചെയ്യണമെന്നുമാണ് നിബന്ധന. അതാണ് ഞാൻ മനസ്സിലാക്കിയില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രേഖകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എത്ര പേർക്ക് അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്? അപ്പം നമ്മളെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറയും 4 ദിവസം വർക്ക് ഉണ്ട് കേട്ടോ ചേച്ചി എന്ന് പറയും. എത്ര പേയ്മെൻറ്റ് ചോദിക്കും. അപ്പം ഞാൻ ഒരു പേയ്മെൻറ്റ് പറയുന്നു, അതിൻ്റെ പകുതി പേയ്മെൻറ്റ് അവരിങ്ങോട്ട് പറയുന്നു, വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്യുന്നു. ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ് നമുക്ക് തരുന്നു. 4 ദിവസമാണ് ചേച്ചി എന്ന് ഫോണിലൂടെയാണ് പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഈ 4 ദിവസം ചിലപ്പോൾ ഒരു മാസം കൊണ്ടായിരിക്കും ഈ 4 ദിവസം തീരുന്നുണ്ടാവും. ഒന്നിച്ചിട്ടൊന്നും ആവില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ സ്റ്റക്കാണ് ആ വർക്കിന് വേണ്ടിയിട്ട്. പിന്നെ അഡ്വാൻസ് കഴിഞ്ഞിട്ട് പിന്നെ പണം ചോദിക്കുമ്പോൾ ഡബിങ്ങിന് തരാമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവും ആ പടത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമുക്കിവിടുത്തെ ആരോടും ചോദിക്കാനില്ല, കാരണം കോൺട്രാക്റ്റ് ഇല്ല നമ്മളെ കയ്യിൽ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പം നാട്ടുനടപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു തുക കോൺട്രാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു തരും എന്നാണ് അവർ പറയുന്നത്. ശരിയായിരിക്കും. പക്ഷെ ആരാണ് ഈ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുമാനമുള്ള നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുമോ? അതിനേക്കാൾ നല്ലത്
ഒരു സ്ട്രക്ചറലായിട്ടുള്ള ആ ചേഞ്ചസ് നമ്മൾ വരുത്തല്ലേ നല്ലത്. അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിൻ്റെ മുൻകൈയിൽ തന്നെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഒരു വലിയ പടത്തിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അത് പോസിബിൾ ആവും എന്ന് എനിക്ക് മനസ്സിലായത് ഡോൺ പാലത്തറയുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. ഒറ്റ സീനിലാണ്, 1-2 സീനിലാണ് ഞാൻ അഭിനയിക്കുന്നത്. പക്ഷേ എനിക്ക് ഡോണിൻ്റെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ പറയുമ്പോൾ അത് ഇടുക്കി വളരെ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്താണ് ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞു. ഞാൻ സൈൻ ചെയ്യുന്നു, എനിക്ക് അഡ്വാൻസ് വരുന്നു. എനിക്ക് പോവേണ്ട ഹോട്ടലിൻ്റെ വിഷ്വൽ, ചിലൊരു ഫോട്ടോ എല്ലാം എനിക്ക് ഓൾറെഡി അവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എനിക്ക് അയച്ചു തരുന്നു. അത് നോക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു അവിടുത്തെ. അപ്പം ഞാൻ ചോദിച്ചു എല്ലാവർക്കും ഞാൻ അത്ഭുതപ്പെട്ടു, അയ്യോ കോൺട്രാക്റ്റ് ഒക്കെ വരുമോ എന്നുള്ളത്. എല്ലാവർക്കും കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായ എല്ലാവർക്കും അവിടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പൈസ അയച്ചു തന്നു. ഇത് കൃത്യമായിട്ട് പൈസ തരുന്ന അല്ലാതെയുള്ള കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും പൈസ പറ്റിക്കുന്ന ആൾക്കാരെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഡിസ്കഷൻസ് മാറേണ്ടതുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും അധികം ഇപ്പോൾ സംസാരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരാണ് ഏറ്റവും അധികം വിവേചനത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. വിവേചനമാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അവർ പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്. അവർക്ക് ഇപ്പം പലപ്പോഴും ഇപ്പം ഞങ്ങൾക്ക് ചിലപ്പം ഇപ്പം 4 വർഷം കൊണ്ട് ഇൻഡസ്ട്രിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പണ്ടൊക്കെ തന്നെ ഇപ്പം ഞാൻ ഷട്ടറൊക്കെ ചെയ്യുമ്പോൾ ഒരു വീട്ടിലാണ് നമ്മൾ സൗകര്യങ്ങളുള്ളത്. അതിന് ശേഷമുള്ള പല പടങ്ങളിലും അങ്ങനെയൊക്കെയാണ്. പല വീടുകളിലും കാരവൻസ് വന്നത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പോൾ കാരവൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു 4-5 പേർക്കെങ്കിലും ചേർന്നിട്ട് ഒരു കാരവനിൽ ഒരു സെക്ഷൻ നമുക്ക് തരും. അത് കുഴപ്പമില്ല, അതെങ്കിലും ഉണ്ടല്ലോ. മിനിമം ടോയ്ലറ്റിൽ പോകാനും ഒക്കെ വസ്ത്രം മാറാനും ഉള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമാണത്. അത് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതുപോലും അവൈലബിൾ ആയിരിക്കൊള്ളുന്നില്ല. അവർ എവിടെന്നെങ്കിലുമൊക്കെ പാവങ്ങൾ ഡ്രസ്സ് മാറ്റുന്നു, പിന്നെ ടോയ്ലറ്റ് എവിടെയെങ്കിലുമൊക്കെ. ചിലപ്പോൾ ഇവർ വലിയ പ്രൊഡക്ഷനൊക്കെ ആണെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവരെന്തെങ്കിലും യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, അവിടുന്ന് പോവുമായിരിക്കും. പക്ഷെ വലിയൊരു പങ്ക് ഇതൊന്നും ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല, അവരെവിടെ എന്താ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇനി ഇതൊക്കെ ചെയ്താൽ പോലും അവർക്ക് പ്രൊഡക്ഷൻ തീരുമാനിച്ച ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ, ആ ഫണ്ട് ഡെയിലി ഇത്ര കൊടുക്കണം എന്തൊക്കെയോ കണക്കുണ്ട് തോന്നുന്നുണ്ട്. അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. കാരണം ഇടനിലക്കാരാണ് അതും വലിയൊരു പങ്കും അത് അടിച്ചു മാറ്റുന്നത്. അപ്പം ഇവരുടെ പേരിലേക്ക് തന്നെ അവരുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. ഇതൊരു ഗംഭീര ഇൻഡസ്ട്രി അല്ലേ. അതായത് പല ലെവലിലുള്ള ആളുകൾ പണിയെടുക്കുന്ന, ക്രിയേറ്റീവ് സൈഡുണ്ട്, പ്രൊഡക്ഷൻ സൈഡുണ്ട്, എല്ലാവരും കൂടി ചേർന്ന് പണിയെടുക്കുന്ന, ഓരോന്നിനും പല സെക്ഷൻസ് ഉണ്ട്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആലോചിക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത്. പക്ഷെ പ്രോപ്പറായിട്ടുള്ളൊരു യോജിപ്പുണ്ടെങ്കിൽ വലിയൊരു പങ്കും പ്രശ്നങ്ങളും പരിഹരിക്കും. വേറൊരു കാര്യം എനിക്ക് എപ്പോഴും തോന്നിയുള്ളത്, ഇത് ഞാൻ ഒരു പുറത്ത് ചില ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടെന്നുള്ളത് മാത്രമേ. ഇപ്പം ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 6 to 9 ആണല്ലോ വർക്ക് ടൈം എന്ന് പറയുന്നത്. ആ ടൈം യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയിലേക്ക് സ്ത്രീകൾ വരാൻ വേണ്ടി ഇതൊരു വേറൊരു തോട്ടാണ്. ഇത് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറഞ്ഞാൽ അവർ എന്നെ കളിയാക്കും, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ട്രോള് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും എനിക്കറിയാം. പക്ഷേ ഞാൻ ഒരു അക്കാഡമിക്കലിയും കൂടി ഇത് പഠിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോൾ 6 to 9 നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസായി ഇത് മാറുമുള്ള പ്രശ്നം വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഇതിലേക്ക് വരാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ കുടുംബത്തിൻ്റെ പണികളും ചെയ്യുന്നുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പ്ലസ് ഇതും കൂടി ചെയ്യുമ്പം ഒട്ടും തന്നെ സ്ത്രീകൾക്ക് ഒരു ഇൻ ബിറ്റ്വീൻ വന്ന് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്പേസിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അതിലേക്ക് കൊടുക്കണം. മറ്റു ജോലികൾക്ക് ഇപ്പോൾ ടീച്ചിങ് ജോലി നിങ്ങൾ പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു, അത് പോസിബിളാണ്. പക്ഷേ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവർക്ക് ഹെയർ ഡ്രസ്സേഴ്സൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെയർ ഡ്രസ്സർ രാവിലെ 5 മണി 4 മണിക്കൊക്കെ അവരെ ഭർത്താവ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും. എന്നിട്ട് അവർ ആ ബസ് പിടിച്ച് ഈ പ്രൊഡക്ഷനിലേക്ക് വരും. അതേപോലെ രാത്രി 8:30 ആകുമ്പോഴത്തേ അവരുടെ മുഖം മാറുന്ന കാണും. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ 9:30 വരെയും എക്സ്റ്റൻഷൻ പോവുമായിരിക്കും വർക്ക്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ ഹെയർ മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ പറയും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ, പ്രൊഡക്ഷനിൽ ചോദിച്ചിട്ട് പൊക്കോ എന്ന് പറയും.
ഇങ്ങനെ അവരുടെ മുഖം നമുക്ക് ആ ഒരു ടെൻഷൻ മനസ്സിലാവും. ഈ ഒരു പണിയുടെ പ്രശ്നം അതാണ്. ഒരു 6 to 9 എന്നുള്ള ആ ടൈം പീരീഡിനെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര തമാശയായിട്ടായിരിക്കും ആളുകൾ എടുക്കുക. പക്ഷെ എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്, അത് പോസിബിലിറ്റി ഉണ്ടോ? ഇതൊക്കെ ഇരുന്ന് പോളിസി മേക്കിങ്ങിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ലോങ് ടേമിലേ നടക്കുള്ളൂ, പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതിൻ്റെയൊക്കെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സമ്പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് ആയുള്ള റിപ്പോർട്ടായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അതിൽ ധാരാളം പാളിച്ചകളുള്ള, പല അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ ഭയങ്കര പ്രോബ്ലമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും വന്നല്ലോ, ഇനി നമുക്ക് മുന്നോട്ട് പോവാലോ, അത്രയെങ്കിലും ആയല്ലോ. മറ്റൊന്നുള്ളത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അതിൽ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാൻസ് ആണ് പ്രശ്നം. ഈ ചാൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ചാൻസ് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവാറില്ല എന്ന് ചോദിച്ച് ഇതിനെ ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിലെ ചാൻസിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ഇത് വലിയ പാഷനുള്ളൊരു പരിപാടിയാണ്. ആ പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് വരുന്നത്. പക്ഷേ ചാൻസ് കിട്ടാതെ വരുമ്പോൾ ആ പാഷനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകേണ്ടി വരുമെന്ന് പറയുന്ന ഒരു പ്രശ്നവും കൂടെയുണ്ട്. മറ്റു ജോലികൾക്ക് ഒരുപക്ഷെ അതില്ല, ഇല്ലെങ്കിൽ അത്തരത്തിൽ പാഷനേറ്റായിട്ട് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് ധാരണയില്ല. പക്ഷേ ഇതിനകത്തുള്ള ഈ പറയുന്ന ചാൻസും ഇതുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതിയെ ഒഴിവാക്കാൻ ഈ സ്ത്രീകൾ തന്നെ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇതെങ്ങനെയൊക്കെ ഒഴിവാക്കാമെന്നാണ്. ഈ സിസ്റ്റത്തിനകത്ത് ഈ ചാൻസ് ചോദിക്കുന്നത് ആരോടാണ്? ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കും ഇത് നോക്കുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ ചാൻസിനെ നമുക്ക്, ഇല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്. ഈ ചാൻസ് ചോദിക്കൽ പറയൽ ഈ പരിപാടിയെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാം? ചില ഡിസ്കഷൻസിലൊക്കെ വരുന്നത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന ആളുകൾ ആവശ്യമുണ്ട്. അപ്പം ക്യാമറ അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടാവും, അതേപോലെ തന്നെ ഡയറക്ടോറിയൽ സൈഡിൽ വേറൊരു ടീമുണ്ട്. അങ്ങനെ പല പല യൂണിറ്റുകളാണല്ലോ ഉള്ളത്. അപ്പം അതിലേക്ക് ഇന്ന കാര്യങ്ങളിലേക്ക് ആളുകൾ ആവശ്യമുണ്ട് എന്നുള്ള അവിടെ നമ്മളുടെ ബയോഡാറ്റയും ഒക്കെ നമുക്ക് പൂൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ചില ചർച്ചകളൊക്കെ ഞാൻ വായിക്കുകയും കേൾക്കുകയും പുറത്തുള്ളതൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ദർ ഇസ് എ പോസിബിലിറ്റി, അങ്ങനെ ഒരു പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. അതേപോലെ സാലറിക്ക് ഒരു ബാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡിസ്കഷൻ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാലേ നടക്കുള്ളൂ. ഇൻഡസ്ട്രി മൊത്തത്തിലിരുന്ന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണം. അപ്പോൾ അതിലേക്ക് ജെൻഡർ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കാൻ വേണ്ടി എൻ്റെ കഥയൊന്ന് വായിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ഒരു സ്ത്രീക്ക് എൻട്രി ചെയ്യാൻ അത്ര എളുപ്പമല്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ആണുങ്ങൾക്ക് കുറച്ചും കൂടി 2-3 പ്രാവശ്യം പിന്നെ പല ഡയറക്ടേഴ്സിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെയുള്ള അവരെന്നാലും സെക്ഷൽ ഹറാസ്മെൻറ്റിന് മുതിരില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റുമായിട്ടൊരു 4-5 ഡയറക്ടേഴ്സിനെ കാണുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസൾട്ട് സഹിക്കേണ്ടി വരും, പലതരം അവഗണനകൾ സഹിക്കേണ്ടി വരും. പക്ഷേ സെക്ഷൽ ഹറാസ്മെൻറ്റ് സഹിക്കേണ്ടി വരില്ലല്ലോ. വളരെ അപൂർവമാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല, വളരെ അപൂർവമായിട്ടേ സെക്ഷൽ ഹറാസ്മെൻറ്റ് നിങ്ങൾക്ക് സഹിക്കേണ്ടി വരുള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, കുറേ സ്ക്രിപ്റ്റുകളിനെ കുറിച്ച് ഞാനും ആലോചിക്കാറുണ്ട്. ഞാൻ 2 സിനിമേൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കുമ്പോൾ എനിക്കത് എവിടെയും കൊണ്ട് പൂൾ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ലോകത്തിനോട് നമുക്ക് മല്ലിടുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ പെൺകുട്ടി പറയുമ്പം VKP എന്ന് പറയുന്ന വളരെ ഫേമസ് ആയുള്ള ഡയറക്ടറെ കുറിച്ചിട്ടാണ് അവൾ പറയുന്നത്, സ്ക്രിപ്റ്റുമായി ചെന്നതിനെ കുറിച്ചിട്ട്. ഇത്തരം കഥകൾ ഞാൻ പലവരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇടയിൽ ഇത്തരം കഥകൾ വളരെ കോമൺ ആണ്. സ്ത്രീകൾ പരസ്പരം പറയും, ഇന്ന ആളെടുത്ത് പോയി, അല്ലെങ്കിൽ അതിന് ശേഷം അയാൾ ഇന്ന മെസ്സേജസ് ചെയ്തു എന്നൊക്കെ. അപ്പം ചാൻസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിൻ്റെ ചാൻസ് മാത്രമല്ല, ഞാൻ ഡയറക്ടർ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കുന്ന കുറേ പെൺകുട്ടികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. കാരണം വളരെ ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടികൾ. അപ്പം ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് അത്തരം സ്ത്രീകൾക്ക് വേണ്ടി എന്താണ് ഇൻഡസ്ട്രി,
എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എൻട്രി ചെയ്യേണ്ടത്. സ്ക്രിപ്റ്റ് എഴുതിയോണ്ട് കാര്യം മാത്രമല്ല, അതിൻ്റെ പൂളിങ്ങിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള വർക്ക്ഷോപ്പുകൾ കൊടുക്കുക എന്നുള്ള. അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ഒരു വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഹേമ കമ്മിറ്റിയുടെയൊക്കെ സബ്മിഷന് ശേഷമാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. നമുക്കൊരു വർക്ക്ഷോപ്പുകൾ പല പല സൈഡിലുള്ള ഏരിയയിലുള്ള സ്ത്രീകൾക്ക് മേക്കപ്പ്, അതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് ലൈറ്റിൽ ഒക്കെയുള്ള സ്ത്രീകൾക്ക് പിന്നെ ഒരു വർക്ക്ഷോപ്പുകൾ കൊടുക്കാം. എന്നിട്ട് അവർക്ക് ഇൻഡസ്ട്രി എക്സ്പീരിയൻസും കൊടുക്കാം, കുറച്ചു കാലത്ത് സബ്സിഡിയും കൊടുക്കാം എന്ന് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ വലിയ കാര്യമാണ്. അതേപോലെയുള്ള കാര്യങ്ങൾ WCCയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫണ്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളത് മുന്നോട്ട് പോവാത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടായിരിക്കും ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ AMMAയിലെ മുഴുവൻ ഒരു കൂട്ടരാജിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രദ്ധയിലേക്ക് നമ്മുടെ വിഷയം കൊണ്ടുവരാൻ കഴിഞ്ഞു. രാജിവെക്കുന്നത് നല്ലൊരു പരിപാടിയായിട്ടാണ് നമുക്കും തോന്നുന്നത്. കാരണം ആരോപണം നേരിട്ട ഒരുപാട് പേര് നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ, അതൊരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ പോലും അതിനകത്തൊരു ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ ഇന്ന് ആ വാർത്ത കണ്ട സമയത്ത് ഞാനൊരു വേറൊരു ദിവസം ഓർത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു ദിവസമായിരിക്കും. അതെന്താ വെച്ചാൽ WCC ഉണ്ടായതിന് ശേഷം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഗീതു മോഹൻദാസും റീമ കല്ലിങ്കലും രമ്യ നബീഷിനും ഒക്കെ ചേർന്നിട്ടുള്ള സംഘം അമ്മയുടെ ഒരു ജനറൽ ബോഡിയിൽ അറ്റൻഡ് ചെയ്യുകയാണ്. അവർ അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു. അതിനോടൊപ്പം ഈ കാര്യങ്ങളും പറയാമെന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ട്. അപ്പം ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്തു, അമ്മക്കാരെല്ലാവരും സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ ഉച്ചയ്ക്ക് ശേഷം വന്ന സമയത്ത് ഞങ്ങൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ദിലീപിന് വേണ്ടി, കുറ്റാരോപിതന് വേണ്ടിയിട്ട് ഇന്നത്തെ മന്ത്രിയായ ഗണേഷ് കുമാറും ഇന്നത്തെ MLA ആയുള്ള അതേപോലെ കുറ്റാരോപിതനുമായിട്ടുള്ള മുകേഷും എല്ലാം ഭയങ്കരമായിട്ട് വാദിക്കുകയും കുക്കു പരമേശ്വരനെ പോലെയുള്ള ആളുകൾ പുറകിൽ നിന്ന് കൂവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നത്തേയിൽ നിന്ന് ഇന്നത്തെ അമ്മയിലേക്ക് എത്തുമ്പം അതൊരു പോസിറ്റീവ് ചേഞ്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ചില കാര്യങ്ങൾ ഇനി ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ അവിടെയുള്ളവർക്ക് മനസ്സിലായി. ഇനി ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് മുന്നോട്ട് പോവാം എന്ന് വിചാരിക്കില്ലേ? അങ്ങനെയായിരുന്നു തുടക്കത്തിലൊക്കെ തന്നെ. അവരെല്ലാവരും വിചാരിക്കുക ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ ഞാനൊരു പുറത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രം പറയുന്ന കാര്യമാണ്. ഞാനതിനെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചായിട്ട് ഒരു ഭാഗത്ത് കാണുമ്പോൾ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ ഈ ഒരു തീരുമാനം കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. അത്ര എളുപ്പമല്ല. രാജിവെച്ചതുകൊണ്ട് ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. രാജിവെക്കുന്നത് ആളുകളുടെ മുന്നിലേക്ക് വരാതിരിക്കുക. ഇനി ഓരോ സംഭവം ഉണ്ടായിട്ട് രാജിവെക്കുന്നതിനെക്കാട്ടും നല്ലത് ആദ്യം തന്നെ അങ്ങോട്ട് രാജിവെച്ച് പോവുകയാണല്ലോ എന്നുള്ള തീരുമാനത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ രാജിവെച്ചത്. അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർ രാജിവെച്ചതായിരിക്കാം. ഏതായാലും ഒരു സംഘടനയും ഇല്ലാതെയാവുകയല്ല വേണ്ടത്. സംഘടനകൾ ശുദ്ധീകരിച്ച് മുന്നോട്ട് വരിക വേണ്ടത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അത് വർക്ക് ചെയ്യുക വേണ്ടത്. കാരണം അമ്മ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടല്ലോ. അതിനുള്ളൊരു കുറച്ചും കൂടി സെൻസിബിളായിട്ടുള്ള, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അമ്മയിൽ ഉണ്ടായി നേതൃത്വത്തിലേക്ക് വരട്ടെ. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ വളരെ സ്ത്രീവിരുദ്ധമായ മൊഴികൾ കൊടുത്ത് സ്ത്രീകളോടൊപ്പം നിൽക്കാതിരിക്കുന്ന രീതിയിലുള്ള മനുഷ്യരിൽ നിന്ന് അമ്മ കുറച്ചും കൂടി ജെൻഡർ സെൻസിറ്റീവായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ പക്ഷേ പ്രഷർ ചെയ്തത് ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കമൻറ്റ് വരുന്നു, അതിനുശേഷം ഉർവശി ചേച്ചി ഇടപെടുന്നു. അപ്പം ഇത്തരത്തിലുള്ള പ്രഷർ പോയിന്റ് ഉള്ളിൽ നിന്ന് സംഭവിച്ചപ്പോഴാണ് ആ സംഘടനയ്ക്കുള്ളിലും അതൊരു പ്രഷറായി മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്ത് നിന്നിട്ട്. അപ്പം ഈ പ്രഷർ പോയിന്റ്സ് വർക്കൗട്ട് ആയതുകൊണ്ടാണ് സത്യത്തിൽ നമുക്ക് പറ്റിയത്. അതിന് പുറത്തു നിന്ന് പ്രഷർ ചെയ്യാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്ന് വന്ന വെളിപ്പെടുത്തലുകൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു രസമുള്ള ഒരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫോക്കസ് ഇല്ലാതെ ട്രോളുകളിലേക്കും മറ്റുമൊക്കെ പോകുമ്പോൾ
ആളുകളൊക്കെ ശരിക്കും ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് ഈ ആരാണ് പീഡിപ്പിക്കപ്പെട്ടത്, ആരാണ് ഇത് പീഡിപ്പിച്ചത്, ഇതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് വാർത്തകളുടെ റേറ്റിങ്ങിലൊക്കെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ വാർത്തകളുടെ റേറ്റിങ്ങിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വഴിയിലേക്ക് മാത്രം പോവുകയാണ്. ഇതായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇല്ലെങ്കിൽ WCC ഉന്നയിച്ച പ്രശ്നങ്ങളും. ഈ പ്രശ്നങ്ങൾ ഈ കൂട്ടത്തിൽ നമുക്കിത് പബ്ലിസിറ്റി കിട്ടാൻ ഇതൊക്കെ നല്ലതാണെങ്കിലും സത്യത്തിൽ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതില്ലേ? അതിനുള്ള പണികൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ മാക്സിമം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഞങ്ങൾ തന്നെ ഇൻഡസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞുള്ള വേറൊരു റിപ്പോർട്ടുണ്ട്. വുമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള മറ്റൊരു പഠനമുണ്ട്, ചില വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നടത്തി. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് പഠിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇൻഡസ്ട്രിയെ മാറ്റുന്നതിൽ ഏത് രീതിയിൽ പോസിറ്റീവായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും, ഗവൺമെൻറ്റിൻ്റെ പോളിസി മേക്കിങ്ങിൽ ഇത് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന പണി സൈലൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ WCC അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ആലോചിക്കുന്നത്. അല്ലാതെ ഈ ഒരു വേവിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമേ അല്ല. ആളുകളെ ഉപദ്രവിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒന്നിച്ച് നിന്ന് പണിയെടുക്കേണ്ട ആളുകൾ തന്നെയാണ്. പരസ്പരം വഴക്കടിക്കുക എന്നുള്ളതല്ല. പിന്നെ ചില ആളുകൾ ഒന്നും മിണ്ടില്ല. അവർ സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളോടും അവർക്ക് അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ മിണ്ടാതിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ മിണ്ടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു വലിയ ഒരു ആശ്വാസമാണ്, ഒരു സഹായകരമായ കാര്യമാണ്. അവർക്കും അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു. ഒപ്പം നിയമപരമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന സ്ത്രീകളും കൂടെയുള്ള അവരെയൊക്കെ WCC എങ്ങനെയാണ് എംപവർ ചെയ്യുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുമോ, അതേ നമ്മൾ മെൻ്റൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ? WCCക്ക് യഥാർത്ഥത്തിൽ അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നമുക്ക് വലിയൊരു പങ്ക് ആൾക്കാർ നമുക്ക് പരിചയം പോലും ഇല്ല. അതിൽ 1-2 പേരാണ് നേരത്തെ നമ്മൾ ഈ വാർത്തകൾ കണ്ടിട്ടുള്ള ആൾക്കാരും എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും. രേവതി സമ്പത്തിൻ്റെ വിഷയം മാത്രമാണ് 2019 അവൾ ഫേസ്ബുക്കിൽ എഴുതിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് പുതിയ സ്റ്റോറികൾ തന്നെയാണ്. ഇപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തർ പറയുന്നതും പുതിയ സ്റ്റോറികളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയിലും ധാരാളം കംപ്ലൈൻറ്റുകൾ അവരില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ കുറേ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ പലപ്പോഴും തെളിവ് കണ്ടുപിടിക്കലൊക്കെ പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന മെറിറ്റ് പരിശോധിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, ഇപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്കതൊരു ഒരു ഒരു പ്രശ്നമായിട്ട് വരുമോ? ഞാൻ വിചാരിക്കുന്നത് ലീഗൽ ഫൈറ്റിന് പോകുന്ന സ്ത്രീകൾ അതിന് പോട്ടെ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പം നമുക്കറിയാം അതിജീവിത കഴിഞ്ഞ 7 വർഷമായിട്ട് നടത്തുന്ന ഫൈറ്റ് എന്താണെന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും, അതിന് എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം അത് നടക്കട്ടെ. ചിലപ്പം അതിൽ ഇവർ ജയിച്ചു എന്ന് വരും, ചിലപ്പോൾ തോറ്റു എന്ന് വരും. പക്ഷേ എന്നാലൊരു ഫൈറ്റ് മുന്നോട്ട് വെക്കാൻ ഈ സ്ത്രീകൾക്കായി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അതൊരു വലിയ വിജയം തന്നെയാണ്. ആ ഫൈറ്റിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വലിയൊരു പങ്കും ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിലുള്ള ആൾക്കാരാണ് ഫൈറ്റിന് മുന്നോട്ട് വരുന്നത്. അത് ലോകത്ത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവർക്കേ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം WCCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. കാരണം നമ്മളത് എങ്ങോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ ജീവിതം പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള സൈബർ അറ്റാക്കുകളിലൂടെ ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും പല കാലങ്ങളിലായിട്ട് കടന്നു പോവേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ തകർന്നിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, ചിലർ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവുമ്പോൾ പോലും ഒരു ലോങ് ടേമിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസും കൊണ്ടുവരണം, ഇൻഡസ്ട്രിയിൽ സിസ്റ്റമാറ്റിക് ചേഞ്ചും കൊണ്ടുവരണം. 2 ചേഞ്ചസാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരേണ്ടത്. ഈ സിസ്റ്റമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു IC ഉണ്ട് എന്നുള്ളത് കൊണ്ടുവന്നു എന്നുള്ളത് സിസ്റ്റമാറ്റിക് ചേഞ്ചാണ്. ആ സിസ്റ്റമാറ്റിക് ചേഞ്ചിനെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ICയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം, നിങ്ങൾക്ക് ICയിൽ വന്നാൽ നിങ്ങളെ ജോലി നഷ്ടപ്പെടില്ല എന്നത് അവർക്ക് മനസ്സിലാവേണ്ട. അതാണ് ആറ്റിറ്റ്യൂഡൽ ചേഞ്ച്. ICയിൽ അപ്ലിക്കേഷൻ കൊടുക്കാം, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൊടുക്കാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾ കൊടുക്കാൻ പറ്റുക ICയിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് എന്നതൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസും സിസ്റ്റമാറ്റിക് ചേഞ്ചും പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ പലതും പോളിസി മേക്കിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യും. തിരിച്ചും
പോളിസി മേക്കിംഗ് സിസ്റ്റമാറ്റിക് ചേഞ്ചസിന് കാരണമാവുകയും ചെയ്യും. അപ്പം WCC യഥാർത്ഥത്തിൽ നോക്കുന്നത് അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ലോലി, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ മുന്നോട്ട് വയ്ക്കാൻ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതൊരു ചെറിയ സംഘമാണ്, ഹൊറിസോണ്ടൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ പവർ സ്ട്രക്ചർ. നിങ്ങൾ സെക്രട്ടറി ആരാ, നിങ്ങൾ എല്ലായ്പ്പോഴും കോർ കമ്മിറ്റിയിൽ നിന്ന് എന്തിനാണ് എഴുതുന്നത്, അല്ലെങ്കിൽ MC എന്തിനാണ് എഴുതുന്നത്, ഒരാളുടെ പേരെഴുതിക്കൂടെ, പേരെഴുതിയാലല്ലേ അതിനൊരു അതോറിറ്റി ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇതൊരു കലക്റ്റീവാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ് ഇതിലൊരു പല ഡിസിഷൻസും എടുക്കുന്നത്. അത് ഞങ്ങളുടെ തീരുമാനമാണ്, അത് വർക്ക് ആവുന്നുണ്ട്. അങ്ങനെയും സംഘടനകൾക്ക് പ്രവർത്തിക്കാമെന്നുള്ളത് ഞങ്ങൾക്ക് ഈ 5 വർഷം കൊണ്ട് തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. എല്ലായ്പ്പോഴും വളരെ സ്മൂത്ത് ആവണമെന്നില്ല, പക്ഷെ അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് അടികൂടിയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞും എല്ലാമാണ് അതിലേക്ക് നമ്മൾ എത്തുന്നത്, എല്ലാ സംഘടനകളിലും എന്ന പോലെ തന്നെ. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്താ പറയുക, രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് അവർ എന്തു പറഞ്ഞു ഓരോ കാര്യത്തിലും എന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ആ ജേർണീൻ്റെ ഒപ്പം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അതേ സംബന്ധിച്ച് 1-2 കാര്യങ്ങളുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്ന കൂട്ടത്തിൽ സജിത മഠത്തിലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഹണ്ടിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട്, ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് ഇത് ഷെയർ ചെയ്തത് എന്നാണ്, ഹണ്ടെന്നായിരുന്നു ആ വാക്ക്. അത് അല്ല, അത് ഒരു ഭാവനയുടെ ഒരു സിനിമയുടെ പോസ്റ്റർ, സിനിമ ഹണ്ടിന്റെ പോസ്റ്റർ. അത് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ട്രോളാണ്, അത് മൂർച്ചയുള്ളൊരു ട്രോളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രോൾ ചെയ്യുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവത്തെ എങ്ങനെയാണ് ട്രോളുകൾ ചില സമയത്ത് നമ്മൾ ലൈറ്റായിട്ടും കാര്യങ്ങൾ അതുണ്ടല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇടാറുണ്ട്. ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള നോട്ടുകൾ ഇടുന്ന ആളാണ്. പക്ഷെ ഞാൻ വളരെ ഹ്യൂമറോടുകൂടി ലോകത്തെ കാണുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്ന ആളും കൂടിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ ചില സമയത്ത് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടും. കാരണം വെച്ചാൽ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ അങ്ങനെയാണ് പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഓരോരോ വഴികളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പല തരത്തിൽ ഇത് ഡിസ്കഷൻ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യർ ഇതിന് WCC രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇനിഷ്യേറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മഞ്ജു വാര്യരുടെ പേരോ ഇല്ലെങ്കിൽ ഇപ്പോൾ ട്രോളുന്നവരുടെ മഞ്ജു വാര്യർക്ക് ചില സൗകര്യങ്ങളുണ്ടായി, അതുകൊണ്ട് അയാൾ മാറുന്നു. ഇത് വ്യക്തിപരമായ ഒരു സാധനം മാത്രമല്ല, കാരണം ഇത് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പുറത്താണ് ഇത് ഉണ്ടാവുന്നത്. ചിലരൊക്കെ അതിന് ഐക്കൺ ആവേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാർവതി ചില സഫറിങ്സ് ചെയ്തിട്ടുണ്ട് എന്ന ഡിസ്കഷനും നടക്കുന്നുണ്ട്. അപ്പം അത് പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ കൂടിയാണ്. അത് നമ്മൾ ഇത്തരത്തിൽ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സ്പേസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വിട്ടുപോയവരൊക്കെ മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോഴും ഈ ഒരു കളക്റ്റീവ് കൃത്യമായിട്ടുള്ളൊരു നിയമമില്ലാതെ ഒരു സംവിധാനം, ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിക്കാതെ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണോ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്? ഞാൻ SFIയിലൂടെയൊക്കെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ വന്നത്. പിന്നെ പരിഷത്തിൽ വളരെ ആക്റ്റീവാണ്, ശാസ്ത്രാഹിത്യ പരിഷത്തിൽ ഭയങ്കര ആക്റ്റീവ്. NGO യൂണിയനിൽ മെമ്പറായിരുന്നു, ഒരു കാലത്ത് പാർട്ടി മെമ്പറായിരുന്നു. അപ്പം പല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളാണ്. എൻ്റെ അമ്മ വളരെ ആക്റ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളരെ ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ WCC ആസ് എൻ ഓർഗനൈസേഷൻ എനിക്ക് തന്ന ലേണിംഗ്, അത് തന്ന സന്തോഷം എനിക്ക് വേറെ ഒരു ഓർഗനൈസേഷനും കിട്ടിയിട്ടില്ല. കാരണം അതൊരു കൂട്ടായ്മയുടെ, നമ്മൾ സ്വയം പഠിച്ചെടുക്കുവാണ്. ഇതിൽ വന്നിട്ടുള്ള വലിയൊരു പങ്കാളികളും ഇത്തരം ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് ആകെയുള്ള ആ പെർട്ടിക്കുലർ അവൾക്കൊപ്പം നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊരു ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടൊന്നും അല്ലല്ലോ എല്ലാവരും കൂടുന്നത്. നമ്മൾ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്, ഈ സിസ്റ്റത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന തോന്നലോടുകൂടി വന്ന ആൾക്കാരാണ് വലിയൊരു പങ്കാൾക്കാരും. പക്ഷെ ഞങ്ങൾ തന്നെ എത്ര മാറി. ഓരോരുത്തരും ഇപ്പം നിങ്ങൾ എവിടെ വെച്ച് സംസാരിച്ചാലും ഞങ്ങൾക്ക് എല്ലാവരും ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും പറയുക. അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിൽ അത് പോസിബിളായി. ഇപ്പം നമുക്ക് പരസ്പരം സംസാരിച്ചും ചിന്തിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ കേട്ടും
അപ്പം ആ ഒരു സംഗതി പല ഓർഗനൈസേഷനിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിന് മുമ്പ് പ്രവർത്തിച്ച പല സംഘടനകളിലും ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് വളരെ സ്ട്രോങ് ഒപ്പീനിയൻ ഉണ്ടാവും, പക്ഷേ തീർത്തും വ്യത്യസ്തമായുള്ളൊരു ഒപ്പീനിയൻ അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇത് കേൾക്കുന്നത് കാണാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ, അതിങ്ങനെ ആയാൽ അത് കുറച്ചുകൂടി നന്നാവില്ലേ എന്ന രീതിയിൽ സംസാരിച്ച് ഒരു ഈഗോയും ഇല്ലാതെ, വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ, ഈഗോ ഇല്ലാതെ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണത്. എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും, കാരണം ഞാൻ മറ്റു തരം ഓർഗനൈസേഷന് പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും, അതാണ് ഈ ഓർഗനൈസേഷന് ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. പിന്നെ നേരത്തെ ചോദിച്ച പോലെ നമ്മളെ കൂടെ കുറേ മനുഷ്യരുണ്ട്. ചിലപ്പം ചില മനുഷ്യർക്ക് ഇപ്പോൾ ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കരിയറിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ അവിടെ ഇല്ല എന്നുള്ളതല്ല. ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് എന്തി വലിഞ്ഞ് നോക്കിയിട്ട് പോരുന്നുണ്ടാവും. ചില ആളുകൾ ആ സമയത്ത് അതിന് പകരമായി വേറൊരാൾ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മഞ്ജു ആണെങ്കിലും മഞ്ജു അവിടെ ഉണ്ട്, പക്ഷെ മഞ്ജുവിന് പഴയതുപോലെ ചിലപ്പം തിരക്കിൻ്റെ ഇടയിൽ അത് പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. പക്ഷെ അവരൊരിക്കലും WCCയെ തള്ളി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, തിരിച്ച് WCCയും തള്ളി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പരസ്പരം കൈ പിടിക്കേണ്ട സ്ഥലത്തൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്, ഒന്നിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് അത് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ രഞ്ജിനി WCC ഇംപ്ലീഡ് ചെയ്തിട്ടുള്ള ഒരു കേസിൽ രഞ്ജിനി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ WCC മെമ്പറാണ്, വളരെ പ്രിയപ്പെട്ട WCC മെമ്പറാണ്. അവർ വന്നിട്ട് പറഞ്ഞു, എനിക്കത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളൊരിക്കലും അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കാരണം ഞങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് അവരത് പറയുന്നു എന്നുള്ളത്. അവർ കടന്നു പോകുന്ന ഒരു ട്രോമ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്. കാരണം സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കത് മനസ്സിലാവണം. അതിൽ രാഷ്ട്രീയം ഒന്നും ഈഗോയും ഒന്നും വെച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മളവരെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആസ് എ ഓർഗനൈസേഷൻ നമ്മൾ ഇതിൽ സ്റ്റാൻഡ് എടുത്തു, ഇത് പുറത്തു വരണം എന്നുള്ളത്. പുറത്തു വരുന്ന കാര്യത്തിൽ ചില പേരുകൾ കൂടെ പുറത്തു വന്നാൽ നന്നായിരുന്നു എന്നാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അവരെയൊക്കെ മറച്ചു പിടിക്കേണ്ടതില്ല, സർക്കാർ അത് പൂഴ്ത്തി വെക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് റൈറ്റ് ഇൻഫർമേഷൻ്റെ പരിധിയിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനോടുള്ള സമീപനം എന്താ? എനിക്ക് തോന്നുന്നു റൈറ്റ് ഫോർ ഇൻഫർമേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരേണ്ടതില്ല. നമ്മുടെ ഉദ്ദേശം അതല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലുള്ള വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുക, അത് ക്ലീനപ്പ് ചെയ്യാനുള്ള പണിയെടുക്കുക എന്നുള്ളതാണ്. ഇത് വന്നു ഇതിനിപ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇനി ഞാൻ ലീഗൽ പേഴ്സൺ അല്ല, ലീഗൽ എക്സ്പേർട്ടീസ് എനിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ WCCയിൽ ആർക്കും പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ തന്നെ വരണം എന്നുള്ളത്. അപ്പം നമ്മളത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിനെയും അതേപോലെ കോടതിയെയും വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളതേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പ്രതീക്ഷ ഗവൺമെൻറ്റിലും കോടതിയിലും തന്നെയാണ്. അതിലൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർക്കറിയാലോ അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ കുറച്ചുകൂടെ നമ്മളതിനെ പോസിറ്റീവായി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ പേഴ്സണലിയും അറിയാവുന്ന ഒരുപാട് പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ നന്നായിട്ട് മാറുകയും കുറേ പേർക്ക് ആത്മവിശ്വാസം കിട്ടുകയും അവർ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പറയുന്ന സെൻറ്റൻസുകളിലുണ്ട് ഇനി ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ഇത് കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അയാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല, അത് അയാളുടെ വിചാരം മാത്രമാണെന്ന് പറയാം. അതൊരു ഭയങ്കര ബോൾഡ്നെസ് ആണ്. അത് മറ്റുള്ളവരെയും കൂടെ ഇൻസ്പയർ ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവർ ഇപ്പം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ 10 ഇരട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഉണ്ട് എന്ന് എനിക്കറിയാം. എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പോലും ഉണ്ട്. പക്ഷേ അത് അവരെല്ലാവരും പുറത്തു വന്ന് പറയണമെന്ന് ഞാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം അവരൊക്കെ അനുഭവിക്കാൻ പോകുന്ന ട്രോമ എന്താണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒരു സാഹചര്യം ചിലപ്പോൾ അവരെയൊക്കെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് തോന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റലി അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് ശക്തി പകരാൻ നമ്മളെപ്പോഴും ഉണ്ട്. WCC എപ്പോഴും ഉണ്ട്. അത് എന്താ പറയുക, നമ്മൾ അതിൽ ലീഗൽ ഫൈറ്റൊക്കെ അവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. ആകെ നമുക്ക് ചെയ്യാൻ നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ നമ്മളൊരു എന്താ പറയുക ഒരു ഫൈറ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നിന്നുകൊണ്ട് അവർ ചില കാര്യങ്ങൾ അവരത് മനസ്സിലാക്കി, ഞങ്ങൾ മുന്നോട്ട് വെച്ച ഫൈറ്റ് മനസ്സിലാക്കിക്കൊണ്ട് കുറേ സ്ത്രീകൾ മുന്നോട്ട് വരികയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതിൽ കൂടുതൽ നമുക്ക് അതിലൊന്നും പ്രതീക്ഷിക്കാൻ, ഇത് തന്നെ ഇത്രയൊക്കെ സംഭവിച്ചത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. മിനിമം ഇത് ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓരോ സ്ത്രീകളും ഇത് കൈകാര്യം ചെയ്യും. സ്ത്രീകൾ മാത്രമല്ല, സമൂഹം തന്നെ അത് കൈകാര്യം ചെയ്യും, ഇൻഡസ്ട്രി അത് കൈകാര്യം ചെയ്യുന്നിടത്താണ് നമുക്ക് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കിട്ടുകയെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു.